ശുക്ല യജുർവേദം അഥവാ വെളുത്ത യജുർവേദം, കൃഷ്ണ യജുർവേദം അഥവാ കറുത്ത യജുർവേദം എന്നിങ്ങനെ യജുർവേദത്തെ പരമ്പരാഗതമായി രണ്ട് പ്രധാന ശാഖകളായി തിരിച്ചിരിക്കുന്നു. ശുക്ല യജുർവേദം പ്രാഥമികമായി വാചസ്പനേയ സംഹിതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൃഷ്ണ യജുർവേദം തൈത്തരീയം, മൈത്രായണി, കഥക, കപിസ്ഥലം എന്നീ 4 പ്രധാന സംഹിതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാചസ്പനേയ സംഹിതയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശുക്ല യജുർവേദത്തിന്റെ സവിശേഷത അതിന്റെ ഗദ്യരൂപമാണ്. ശുദ്ധതയെയും വ്യക്തതയെയും പ്രതീകപ്പെടുത്തുന്ന വെളുത്ത രൂപഭാവം കാരണമാണ് ഇതിന് ആ പേര് ലഭിച്ചത്. വാചസ്പനേയ സംഹിതയിൽ പ്രധാനമായും ശുക്ല യജുർവേദവുമായി ബന്ധപ്പെട്ട ഗദ്യമന്ത്രങ്ങളുണ്ട്. മറുവശത്ത് കൃഷ്ണ യജുർവേദം ഒന്നിലധികം സംഹിതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അതായത് ഗ്രന്ഥങ്ങളുടെ ശേഖരം തന്നെയുണ്ട് എന്നർത്ഥം. ഈ സംഹിതകളെ അവയുടെ അനുഷ്ഠാനങ്ങളാലും പദ്യരൂപങ്ങളാലും വ്യത്യസ്തമാക്കുന്നു. ശുക്ല യജുർവേദത്തെ അപേക്ഷിച്ച് കൂടുതൽ വിശദമായ സ്വഭാവമുള്ളതിനാൽ കൃഷ്ണ യജുർവേദത്തെ കറുപ്പ് എന്ന് വിളിക്കുന്നു. കൃഷ്ണ യജുർവേദത്തിന്റെ ഭാഗമാണ് തൈത്തരീയ സംഹിത. ഇത് 7 പുസ്തകങ്ങളായി അല്ലെങ്കിൽ കാണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു. വിവിധ യാഗങ്ങൾ, ചടങ്ങുകൾ, പ്രാർത്ഥനകൾ എന്നിവയുമായി ബന്ധപ്പെട്ട സ്തുതിഗീതങ്ങളും അനുഷ്ഠാന നിർദ്ദേശങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. തൈത്തരീയ സംഹിതയിൽ അഗ്നിയാഗങ്ങളും ഗൃഹസ്ഥർ അനുഷ്ഠിക്കുന്ന ചടങ്ങുകളും ഉൾപ്പെടെയുള്ള വിവിധ ചടങ്ങുകളെക്കുറിച്ചുള്ള വിശദമായ നിർദ്ദേശങ്ങൾ കാണാം. അതിന്റെ ശ്രദ്ധേയമായ വിഭാഗങ്ങളിൽ ഒന്നാണ് തൈത്തരീയ ബ്രാഹ്മണം. തൈത്തരീയ ബ്രാഹ്മണം ബലികർമ്മങ്ങളുടെ വിശദീകരണവും വ്യാഖ്യാനവും നൽകുന്നു. കൃഷ്ണ യജുർവേദത്തിന്റെ മറ്റൊരു ശാഖയാണ് മൈത്രായണി സംഹിത. മൈത്രേയ മുനിയിൽ നിന്നാണ് മൈത്രായണി എന്ന പേര് ലഭിച്ചത്. 7 ഗ്രന്ഥങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന സംഹിതയിൽ ഗദ്യപദ്യ വിഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ സംഹിത യാഗങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പ്രകടനത്തെ ഊന്നിപ്പറയുമ്പോൾ തത്വശാസ്ത്രപരമായ പഠിപ്പിക്കലുകളും ഉൾപ്പെടുന്നു. മൈത്രായണി സംഹിത ആന്തരിക ശുദ്ധീകരണത്തിന്റെയും ആത്മീയ പ്രതിബദ്ധതയുടെ പ്രാധാന്യവും ഊന്നിപ്പറയുന്നുണ്ട്. കൃഷ്ണ യജുർവേദത്തിലെ മറ്റൊരു സംഹിതയായ കഥക സംഹിത, കഥാസംഹിത എന്നും അറിയപ്പെടുന്നു. കൃഷ്ണ യജുർവേദത്തിലെ അത്ര അറിയപ്പെടാത്ത ശാഖകളിൽ ഒന്നാണിത്. അതിൽ സ്തുതിഗീതങ്ങൾ, ആചാരങ്ങൾ, തത്വചിന്താപരമായ അധ്യാപനങ്ങൾ എന്നിവയും അടങ്ങിയിരിക്കുന്നു. കഥാ ഉപനിഷത്ത് കഥക സംഹിതയിൽ ഉൾച്ചേർത്ത ഒരു തത്വശാസ്ത്ര ഗ്രന്ഥമാണ്. സ്വയത്തിന്റെയും പ്രപഞ്ചത്തിന്റെയും സ്വഭാവത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ചകൾക്ക് ഇത് പ്രസക്തമാണ്. കപിസ്ഥല സംഹിത കൃഷ്ണ യജുർവേദത്തിന്റെ തന്നെ മറ്റൊരു ശാഖയാണ്. മറ്റു സംഹിതകളെ അപേക്ഷിച്ച് കപിസ്ഥല സംഹിത താരതമ്യേന പ്രാബല്യം കുറവാണ്. മറ്റു ശാഖകൾക്ക് സമാനമായ ശ്ലോകങ്ങളും അനുഷ്ഠാന സൂത്രവാക്യങ്ങളും ഇതിലും അടങ്ങിയിരിക്കുന്നു. ഇത് പ്രാചീന വൈദിക ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നു.